ഇത് വഹാബികളുടെ ഒക്കെ വളരെ സ്നേഹപ്പെട്ട അദ്ദേഹം ദഹബിയുടെ ഹാഫിദ് ദഹബിന്റെ കിതാബ സിയർ അയലാമിൻ നുബല. സിയർ അയലാമിൻ നുബല, ആ സിയർ അയലാമിൻ നുബലയിൽ മഹാനായ ഇബുൽ മുഖ്രി എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം പറയുന്നു. എന്താ അറിയോ? ഇബുൽ മുഖ്രി എന്ന് പറയുന്ന ആള് പറയാ, കുന്തു അന വ തബറാനി വ അബു ഷൈഖ് ബിൽ മദീന, ഞാനും ഇമാം തബറാനിയും അബു ഷൈഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ മദീനയിൽ ഇരിക്കുകയാണ്. فلاق بنا الوقت فواصلنا ذلك اليوم فلما كان وقت العشاء حضرت القبر. അന്ന് രാത്രി ഇശാഇന്റെ സമയമായപ്പോ, ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന സമയം, ഇശാഇന്റെ സമയമായപ്പോ ഇബുൽ മുഖ്രി എന്ത് ചെയ്തു അറിയോ? തിന്നാനൊന്നുമില്ല, വിശക്കുകയാണ്, വല്ലാത്ത വിശക്കുന്നു, പൈക്കുന്നു. ആ സമയത്ത് ഇബുൽ മുഖ്രി പറയാ, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ ഇമാമിങ്ങൾ പറയാ, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയി. യാ റസൂലല്ലാഹ്, നബിയെ വിളിക്കുക. യാ റസൂലല്ലാഹ് അൽജു, നബിയെ എനിക്ക് വിശക്കുന്നു. ജീവിച്ചിരിക്കുന്ന ആളോട് പറയും പോലെ, ഉമ്മയോട് പറയും പോലെ, ബാപ്പയോട് പറയും പോലെ വഫാത്തായ നബിയെ വിളിച്ചു പറയാ, നബിയേ എനിക്ക് പൈക്കുന്നു, എനിക്ക് വിശക്കുന്നു നബിയേ. സുബ്ഹാനല്ലാഹ്. ഫഖാല ലി തബറാനി, ഇമാം എന്റെ കൂടെയുള്ള ഇമാം തബറാനി പറഞ്ഞു, ഇജ്ലിസ്, നിങ്ങൾ ഇരിക്കീന്ന് പറഞ്ഞു. ഫഇമ്മാ യകൂന റിസ്ഖ ബിൽ മൗത്ത്, ഒന്നിരിക്കലോ നമുക്ക് റിസ്ക് കിട്ടും, റസൂലുള്ളാഹിനെ വിളിച്ചല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മരിക്കാം. അങ്ങനെ അത് കഴിഞ്ഞു. ഇബ്നുൽ മുഖ്രി എന്ന് പറയുന്ന മഹാൻ പറയാ, ഫഖുംതു അന വ അബു ഷൈഖ്, ഞങ്ങൾ അവിടുന്ന് എണീച്ചു, ഞാനും അബു ഷൈഖും. ഫഹളറൽ ബാബ അലവിയുൻ, അപ്പോഴേക്ക് മദീനത്തെ പള്ളിന്റെ ഡോറ് ഒരാൾ ഓപ്പൺ ആക്കി. ഫഫതഹ്നാ ലഹു, ഡോറ് ഞങ്ങൾ തുറന്നോർത്തു. ഫഇദാ മഅഹു ഗുലാമാനി ബിഖുഫതൈനി, നോക്കുമ്പോൾ രണ്ട് കുട്ടികൾ അവിടെ നിൽക്കുന്നു. ആ രണ്ട് കുട്ടികളെ കയ്യിൽ ഒരു ഭക്ഷണത്തിന്റെ രണ്ട് പാത്രം, രണ്ട് സാധനമുണ്ട്, കൊട്ടയുണ്ട്. ഫീഹിമാ ശൈഉൻ കസീർ, രണ്ട് ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ പിടിച്ച് രണ്ട് കുട്ടികൾ നിൽക്കുന്നു. ഒരാളുണ്ട്, അയാളെ കൂടെ രണ്ട് മക്കളുണ്ട്, രണ്ട് കുട്ടികളുണ്ട്, രണ്ട് കുട്ടികളെ കയ്യിൽ ഭക്ഷണത്തിന്റെ രണ്ട് കൊട്ട. സുബ്ഹാനല്ലാഹ്. ബന്നാള് ചോദിക്കുക, വഖാല ശകൗതുമൂനി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ എൻ്റെ കംപ്ലൈന്റ് റസൂലുള്ളാഹിയോട് പറഞ്ഞോ? ബന്നാള് ചോദിക്കുക, എൻ്റെ കംപ്ലൈന്റ് പറഞ്ഞോ നബിയോട് നിങ്ങൾ? എന്തേ കാരണം? റഅയ്തുഹു ഫിന്നൗമി, ഞാൻ വീട്ടിൽ ഉറങ്ങിയിരുന്നു, സ്വപ്നത്തിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഫഅമറനി ബിഹംലി ശൈഇൻ ഇലൈക്കും, നിങ്ങൾക്ക് ഭക്ഷണം തരാൻ റസൂലുള്ളാഹി ഞങ്ങളോട് എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാ, അതുകൊണ്ടാണ് ഭക്ഷണവുമായി ഞാൻ ഇവിടെ വന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ അള്ളാഹിന്റെ റസൂലിന്റെ ഖബറിനടുത്ത് പോയി, നബിയേ എനിക്ക് വിശക്കുന്നുണ്ട് നബിയേ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് സഹായം തേടിയപ്പോൾ, അള്ളാഹിന്റെ റസൂല് മദീനത്തെ ഒരാൾക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നു, ഇന്നയാള് അതാ മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ്, വിശന്നിരിക്കുകയാണ്, ഭക്ഷണമില്ലാതെ വിഷമത്തിലാണ്, ഉടനെ ഇനി പോയി അവർക്ക് ഭക്ഷണം കൊടുക്കണേ. അള്ളാഹിന്റെ റസൂല് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞപ്പോൾ, അദ്ദേഹം വന്ന് റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിൽ പറഞ്ഞപ്പോൾ, അദ്ദേഹം രണ്ട് കുട്ടികളെ കയ്യിൽ ഭക്ഷണത്തിന്റെ പാത്രവുമായി വന്ന് ഈ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഞങ്ങൾ ആര് എഴുതി വെച്ച ചരിത്രമാണോ? ഹാഫിളു ദഹബിയുടെ സിയർ അഅലാമിൻ നുബല. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ.